ഞാൻ തന്നെ ഈ യാഥാർത്ഥ്യബോധം മനസ്സിലാക്കി പഠിപ്പിച്ച് സ്കൂളിൽ നിന്ന് ഇറക്കുക. അതേ ഉള്ളു വഴി. അവരുടെ കഴിവുകളെ പ്രൊമോട്ട് ചെയ്ത് അവരെ വിദ്യാഭ്യാസത്തിനെ പ്രൊമോട്ട് ചെയ്യണതിന് നമ്മൾ അതെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പല കാര്യത്തിലും ഇവർ മറ്റു മുന്നോട്ട് പോകണത് വിദ്യാഭ്യാസം. അതുകൊണ്ടല്ലോ നമ്മളെ ഈ കയറി അടിക്കാൻ ആർക്കും പറ്റാത്തത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവരവരുടെ ഒരു അനുഭവിക്കുന്ന ഒരു സുഖവും സ്വാതന്ത്ര്യവും ഉണ്ട്. അത് അവരവനെ അനുഭവിക്കുന്നവനെ അറിയാവും. അത് അനുഭവിക്കാതെ വീട്ടിൽ ഇരിക്കുന്നവർക്കാണ് അതിന്റെ സങ്കടവും അറിയാവും. നമ്മൾ എന്നാണോ ഒരു വ്യക്തി, ഞാൻ അതാണ് ഒരു വ്യക്തി, അത് ആണാകട്ടെ പെണ്ണാവട്ടെ ആരോട്ടെ, അപ്പൂപ്പനാവട്ടെ അപ്പൂപ്പന്റെ അച്ഛനാവട്ടെ അച്ഛനാവട്ടെ മകനാവട്ടെ മകളാവട്ടെ ആരും ആകട്ടെ, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു 24 മണിക്കൂറാണ് ഒരു ദിവസം ഇപ്പോൾ നിലവിലുള്ളത്. കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. 24 മണിക്കൂർ എന്ന് പറയുന്ന ഈ ടൈമിൽ അതിനകത്ത് ലിംഗഭേദമില്ലാതെ ഇഷ്ടമുള്ളപ്പോൾ നിങ്ങൾക്കൊന്ന് മൈൻഡ് ഔട്ടായി ഒന്ന് ചില്ല് ചെയ്യാം, ഒന്ന് പുറത്തിറങ്ങിയിട്ടൊരു 10 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് തിരിച്ച് വീട്ടിൽ വരാം. ഇന്ന് തോന്നി അങ്ങനെ ഒരു 100 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം ഒരു 5000 കിലോമീറ്റർ യാത്ര തുടങ്ങിയാണ്. ഒരു പെൺകുട്ടി വിചാരിക്കുകയാണ് യാത്ര ചെയ്യാം ഉള്ള സേഫ്റ്റി. ഇപ്പൊ കേരളം എന്ന് പറഞ്ഞാൽ 900 കിലോമീറ്ററിന് താഴെ ഉള്ളൊരു സംസ്ഥാനമാണ്. ഈ 900 കിലോമീറ്ററിലെങ്കിലും സ്ഥായിയായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ അവർക്ക് രാത്രിയും പകലും യാത്ര ചെയ്യാനും മറ്റുമൊക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യം എന്നല്ല, സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴേ എന്നെ ആരോ കൊടുക്കും പോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുമല്ല, പ്രകൃതിയാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഇതുമില്ലാതെ എനിക്ക് യാത്ര ചെയ്യാമെങ്കിൽ ഏത് പെൺകുട്ടിക്കും യാത്ര ചെയ്യാം. ഞാൻ അങ്ങനെയാണ് പറയുന്നത്. ഏത് പെൺകുട്ടിക്കും യാത്ര ചെയ്യാം. യാത്ര ചെയ്ത് സുഖമായിട്ട് അവർക്ക് സേഫ്റ്റിയോടെ, അത് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അവർ ആക്രമിക്കപ്പെടരുത് ഒരു വിധത്തിൽ. അങ്ങനെ യാത്രയുടെ ഒരു സ്ത്രീയെ ആരെങ്കിലും ആക്രമിക്കപ്പെട്ടാൽ നിമിഷങ്ങൾ കൊണ്ട് കാര്യം മാറണം. കാരണം അത്രയായിരിക്കണം നമ്മുടെ പ്രൊട്ടക്ഷൻ ലെവല്, അത്രയായിരിക്കണം ബോധം. പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് വരുന്നത്? അറിവ് കൊണ്ട് വരണമല്ല, തിരിച്ചറിവ് കൊണ്ടും വരൂല. അറിവ് തിരിച്ചറിവ് ആവുകയും തിരിച്ചറിവ് ചിന്തയാവുകയും എനിക്കൊപ്പം വേറൊരാളും തുല്യതയാണ്. ആശയപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അത് ഫൈറ്റ് ഉണ്ടാവണം. ആ ഫൈറ്റാണ് നമ്മുടെ രാജ്യത്തിന്റെയും നാട്ടിന്റെയും വീട്ടിന്റെയും എല്ലാത്തിന്റെയും വികസനം, ഗ്രോത്ത് ഉണ്ടാവണത്, പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവണത്. അതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ എനിക്കൊപ്പം എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരാൾ, അത് ആരോ ആകട്ടെ, ഏത് പ്രായക്കാരും ആവട്ടെ, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, എൻ്റെ വാക്കിനൊപ്പം അവർക്കും വിലയുണ്ടെന്ന് മനസ്സിലാക്കി പെരുമാറുകയും അവരുടെ ജേർണിയും എൻ്റെ ജേർണിയും ഒക്കെ ഒരേപോലെ തന്നെ മനസ്സിലാക്കുകയും ചെയ്താൽ ഈ കാര്യത്തിന് ഒരു തീരുമാനവും. ആ തീരുമാനം കേരളത്തിലുണ്ടോ എന്നാണ് അവരെൻ്റെ അടുത്ത് ചോദിച്ചത്. ഉണ്ടോ പ്രിയ സുഹൃത്തുക്കളെ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. ഞാൻ